ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് കടന്നു വരികയാണ്. 34 വാക്യങ്ങൾ ഇതിനോടകം നാം ഒരുമിച്ച് ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് 35 മുതലുള്ള വാക്യങ്ങൾ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ടവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ടു. അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10-ാം മണി നേരമായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹായ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റതിനെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചത്. കർത്താവായ യേശു ക്രിസ്തു തന്റെ അടുക്കൽ സ്നാനം ഏൽപ്പാനായിട്ട് വരുന്നത് കണ്ടിട്ട് യോഹന്നാൻ പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്നിട്ട് യോഹന്നാൻ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ സ്നാനം കഴിപ്പിക്കും എന്ന് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം വാക്യത്തിൽ യോഹന്നാന്റെ സുവിശേഷം എഴുതിയതിന്റെ ഉദ്ദേശം നാം ഓർക്കുന്നുണ്ടല്ലോ. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പം അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ അതിന് സാക്ഷികളെ ഹാജരാക്കണം. അങ്ങനെ ആക്കിയ 1-ാമത്തെ സാക്ഷിയാണ് ഏലിയ പ്രവാചകന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ വന്ന് ശുശ്രൂഷ ചെയ്ത യോഹന്നാൻ സ്നാപകൻ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത് എന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ വഴിയൊരുക്കുവാനായിട്ട് കടന്നു വന്ന യോഹന്നാൻ സ്നാപകൻ. ആ യോഹന്നാൻ ഇവിടെ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്നാനത്തിന്റെ സമയത്ത് യേശു ക്രിസ്തുവിന്റെ മേൽ ഇറങ്ങി വന്ന് ആവസിക്കുന്നതായിട്ട് താൻ കണ്ടത് യോഹന്നാന് സാക്ഷ്യം പറയുന്നു. എന്നിട്ട് അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് 34-ാം വാക്യം അവിടെ അവസാനിക്കുന്നത്. അത് യോഹന്നാൻ സ്നാപകന്റെ സാക്ഷി. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞാടെന്നുള്ളത് വേദപുസ്തകം ആദിയോടന്തം കുഞ്ഞാടിനെ ചൂണ്ടിക്കാണിക്കുന്നു. ആ ഏദൻ തോട്ടം മുതൽ ഏദൻ തോട്ടത്തിൽ അറുക്കപ്പെട്ട മൃഗം, പിന്നെ അബ്രഹാം യാഗം കഴിക്കുവാനായിട്ട് തന്റെ പുത്രനെ യാഗം കഴിക്കുവാനായിട്ട് പോകുമ്പോൾ ഇസാക്ക് ചോദിക്കുന്ന ചോദ്യം, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? അതിന്റെ എല്ലാം ഉത്തരമാണ് യോഹന്നാൻ ഇവിടെ നൽകുന്നതെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചു. ഇന്ന് നാം ചിന്തിക്കുന്നത് 35 മുതലുള്ള വാക്യമാണ്. അതിന്റെ അടുത്ത ദിവസത്തെ ഒരു സംഭവം യോഹന്നാൻ സുവിശേഷം എഴുത്തുകാരനായ യോഹന്നാൻ വിവരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ തന്റെ 2 ശിഷ്യന്മാരുമായി അവിടെ നിൽക്കുമ്പോൾ യേശു അതുവഴി കടന്നു പോകുന്നത് കണ്ടിട്ട് യോഹന്നാൻ സ്നാപകൻ അതേ സ്റ്റേറ്റ്മെന്റ്, അതേ പ്രസ്താവന ആവർത്തിക്കുകയാണ്. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന എന്നുള്ള വാക്ക് ഇവിടെ പറയുന്നില്ല എങ്കിലും, ഇതാ ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപത്തിന് പരിഹാരമായി യാഗമായി തീരുവാൻ ദൈവം അയച്ച ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാണ് എന്ന് വീണ്ടും സാക്ഷ്യം പറയുന്നു. ഇത് കേട്ടിട്ട് യോഹന്നാന്റെ 2 ശിഷ്യന്മാർ അവന്റെ കൂടെ നിൽക്കുകയായിരുന്നു. അവര് യേശുവിനെ അനുഗമിക്കുന്നതായിട്ട് നാം കാണുന്നു. യോഹന്നാൻ പറയുന്നത് കേട്ട് യേശുവിനെ അനുഗമിക്കുന്നു 2 ശിഷ്യന്മാർ. ഓർക്ക് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു അവർ ആദ്യം. അപ്പൊ അവര് തന്നെ പിരിഞ്ഞ്
യേശുവിന്റെ ശിഷ്യന്മാരായി തീരുവാനായിട്ട്, അല്ലെ യേശുവിനെ അനുഗമിക്കുവാനായിട്ട് പോകുന്നത് കണ്ടിട്ട് യോഹന്നാൻ ഒട്ടും വിഷമമില്ല. യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിക്കുകയാണ്, ഇതാ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന, അല്ലെങ്കിൽ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയുന്ന കേട്ട് ആ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുന്നു. അപ്പൊ തന്നെ പിരിഞ്ഞ് രണ്ടുപേർ പോകുന്നതിൽ യോഹന്നാന് വിഷമമില്ല. കാരണം യോഹന്നാന്റെ സുവിശേഷം 3:30 നാം വായിക്കുന്നുണ്ടല്ലോ, യോഹന്നാൻ പറയുന്നു, അവൻ വളരണം, ഞാനോ കുറയണം. അങ്ങനെ തന്റെ ശിഷ്യന്മാര് യേശുവിനെ അനുഗമിക്കുന്നത് താൻ അവിടെ കാണുന്നു. അപ്പൊ യേശു ആ ശിഷ്യന്മാരോട്, തന്റെ പിന്നാലെ വരുന്ന ശിഷ്യന്മാരോട് യേശു ചോദിക്കുകയാണ്. ആ രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. വാട്ട് ആർ യു സീക്കിങ്? യേശുവിന്റെ പിന്നാലെ ആ ശിഷ്യന്മാർ വരുന്നത് കണ്ടിട്ട് യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ്, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, വൈ ആർ യു ഫോളോയിങ് മീ? എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ പിന്നാലെ വരുന്നത് എന്ന് ചോദിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എന്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരുന്നു, എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ യേശു അവരോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ പർപ്പസ് ഇൻ ഫോളോയിങ് മീ? എന്നെ അനുഗമിക്കുന്നതിന്റെ നിങ്ങൾക്കുള്ള ലക്ഷ്യം എന്താ? ഇന്നും യേശു നമ്മിൽ പലരോടും അനേകരോടും ചോദിക്കുകയാണ്, എന്നെ അനുഗമിക്കുന്നതിനുള്ള നിങ്ങളുടെ ലക്ഷ്യം എന്താ? എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ പിന്നാലെ വരുന്നത്? കർത്താവിനെ അനുഗമിപ്പാൻ നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ കർത്താവ് അത് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. വി ഷുഡ് സ്റ്റേറ്റ് ദ പർപ്പസ് ഫോർ വിച്ച് വി ആർ ഫോളോയിങ് ജീസസ്. എന്തിനു വേണ്ടിയാണ് യേശുവിന്റെ പിന്നാലെ നാം പോകുന്നു എന്നുള്ളത് നാം വ്യക്തമാക്കണം. ചിലര്, നമുക്കറിയാം, ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. അപ്പോ ആദായത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട്. കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച യൂദ യേശുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചതിന് യൂദായിക്ക് വ്യക്തമായ ഉദ്ദേശം ഉണ്ടായിരുന്നു. യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, ആദ്യം മുതൽ അവൻ കള്ളനായിരുന്നു. അവന്റെ പണസഞ്ചിക്ക് വേണ്ടി, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ഇന്ന് ലോകത്തിലെ പലരും കർത്താവിനെ പിൻപറ്റുന്നതിന്റെ ഉദ്ദേശം പണത്തിനു വേണ്ടി, ലോകത്തിന്റെ സമ്പത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ആഡംബരങ്ങൾക്ക് വേണ്ടി. കുഴപ്പമില്ല, ഇതിന്റെ പുറകെ ഇറങ്ങിത്തിരിച്ചാൽ ജനത്തിന്റെ ഒരു ബഹുമാനം കിട്ടും. അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന അനേകരുണ്ട്. യേശു ഇന്ന് തിരിഞ്ഞു ചോദിക്കുകയാണ്. യേശു എപ്പോഴും തന്നെ അനുഗമിക്കുന്ന എല്ലാവരെയും യേശു അങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എല്ലാരും പോരെ പോരെ, എൻ്റെ കൂടെ പോരെ, എൻ്റെ കൂടെ പോരെ എന്ന് പറഞ്ഞ ആൾക്കൂട്ടത്തെ വിളിച്ച് ചേർക്കുന്നവനല്ല യേശു. ഒരുത്തൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ നാൾ തോറും തന്റെ ക്രൂശ് എടുക്കണം, തന്നെ താൻ ത്യജിച്ച് എന്നെ അനുഗമിക്കട്ടെ എന്ന് കർത്താവ് പറയുന്നു. താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുക്കാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 14:25 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പൊ യേശുവിനെ പിൻപറ്റുന്നെങ്കിൽ യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നമ്മിൽ ഓരോരുത്തരോടും, വൈ ആർ യു, വാട്ട് ആർ യു സീക്കിങ്? നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? നിങ്ങൾ എന്തിന് എൻ്റെ പിന്നാലെ വരുന്നുവെന്ന് യേശു ചോദിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:25 വാക്യം വായിച്ചാലും നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഏറിയ പുരുഷാരം തന്റെ പിന്നാലെ വരുന്നത് കണ്ടിട്ട് യേശു തിരിഞ്ഞു നിൽക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:25 ഒന്ന് വായിക്കാമോ? സോറി, ലൂക്കോസിന്റെ സുവിശേഷം 14:25. യോഹന്നാൻ അല്ല, ലൂക്കോസ് 14:25. ഏറിയ പുരുഷാരം, വലിയൊരു ജനക്കൂട്ടം യേശുവിനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞു നിന്നു. ഒരു വലിയ ജനക്കൂട്ടം വരുന്നത് കണ്ടിട്ട്, സാധാരണ ഏത് ലോക നേതാവും വലിയ ജനക്കൂട്ടം വരുന്നത് കണ്ട് സന്തോഷത്തോടെ അവരെല്ലാം ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. യേശു അങ്ങനല്ല ചെയ്യുന്നത്. യേശു തിരിഞ്ഞവിടെ നിന്ന് അവരോട് ചോദിക്കുകയാണ്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും തന്റെ സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയും. അപ്പൊ ഒരു വലിയ ജനക്കൂട്ടത്തെ ആർപ്പിട്ട് തന്റെ കൂടെ കൊണ്ടുപോകാൻ അല്ല യേശു ആഗ്രഹിക്കുന്നു. ഇവിടെയും യേശു യോഹന്നാൻ സ്നാപകൻ പറയുന്നത് കേട്ട് തന്നെ അനുഗമിച്ച ആദ്യത്തെ, ദിസ് ഈസ് ദ കോളിംഗ് ഓഫ് ഫസ്റ്റ് ടു ഡിസൈപ്പിൾസ് അക്കോർഡിംഗ് ടു ജോൺസ് ഗോസ്പൽ. യോഹന്നാന്റെ സുവിശേഷത്തിലെ ആദ്യം
ആയിട്ട് കർത്താവിനെ പിൻഗമിക്കാൻ വരുന്ന രണ്ട് ശിഷ്യന്മാർ. ആദ്യം വരുന്ന രണ്ടുപേരോടാണ് കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? വാട്ട് ആർ യു സീക്കിംഗ്? ഇൻ അതർ വേർഡ്സ്, വൈ ആർ യു ഫോളോയിങ് മീ? എന്തിന് നിങ്ങൾ എന്റെ പിന്നാലെ വരും? നമുക്ക് വേദപുസ്തകം പഠിച്ചാല് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം നോക്കിയാല് അവിടെ നമുക്ക് കാണാം, യേശുവിനെ അനുഗമിക്കുന്നതിന് വേണ്ടി വന്ന ആളുകളോട് യേശു ചോദിക്കുന്നുണ്ട്. ഒരു ശാസ്ത്രി അവനെ അനുഗമിക്കാനായിട്ട് വരും. ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്നൊരു ശാസ്ത്രി പറയുന്നു. അപ്പൊ യേശു അവനോട് തിരിഞ്ഞു പറയുകയാണ്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ്, ഒരു ശാസ്ത്രി പറയാ, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. ഇന്നും പലപ്പോഴും നാം എടുക്കുന്ന തീരുമാനങ്ങൾ അങ്ങനെയാണ്. എന്നാ കർത്താവ് നമ്മളെ അലേർട്ട് ചെയ്യുന്നു, നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. എന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചാൽ തലയായിക്കാൻ സ്ഥലം ചിലപ്പം ഉണ്ടായെന്ന് വരത്തില്ല. എനിക്ക് തലയായിപ്പാൻ സ്ഥലമില്ല ഈ ലോകത്തിൽ. എനിക്ക് കിട്ടാത്തത് കൂടുതലൊന്നും നിങ്ങൾക്ക് ഇവിടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. വാട്ട് ആർ യു സീക്കിംഗ്? നിങ്ങൾ എന്താ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കും. പ്രിയമുള്ളവരെ, ഇന്നും ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് കർത്താവ് പിന്നീട് പറയുന്നുണ്ട്, ഒരുത്തൻ എന്നെ അനുഗമിച്ചാൽ തന്നെ താൻ ത്യജിച്ച് ആൾ തോറും തന്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കർത്താവ് 2 ഉദാഹരണങ്ങൾ അവിടെ പറയുന്നു. ഒരുത്തൻ ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ അത് തീർപ്പാൻ വകയുണ്ടോന്ന് കണക്ക് കൂട്ടിയിട്ട് വേണം പണി ആരംഭിക്കാൻ. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളൊരു തീരുമാനമെടുക്കുന്നെങ്കിൽ അത് ഫിനിഷ് ചെയ്യുമെന്ന്, അത് അവസാനം വരെ പൂർത്തീകരിക്കുമോ, അതിന് നിങ്ങളെ കൊണ്ട് കഴിയുമോ എന്ന് നിങ്ങൾ കണക്ക് കൂട്ടിയിട്ട് വേണം എന്റെ പിന്നാലെ വരുവാൻ. പിന്നെ കർത്താവ് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഒരു രാജാവ് പടയ്ക്ക് പുറപ്പെടുന്നു. 10,000-വുമായി വരുന്ന ഒരുവനോട് പടയ്ക്ക് പുറപ്പെടുവാൻ തന്റെ കൂടെ 1000 പേര് അല്ലെങ്കിൽ 3000 പേരെ ഉള്ളെങ്കിൽ താന് 10,000 പേരുമായിട്ട് പട ചെയ്യുവാൻ യുദ്ധത്തിന് വരുന്നവനെ അവിടെ പട നേരിടുവാനായിട്ട് പോകുമോ? ഇതെല്ലാം കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്, നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ അത് വികാരപരമായി എന്തെങ്കിലും പെട്ടെന്ന് ഒരു വികാരത്തിന്റെ പുറത്തെടുത്തിയാടുന്ന ഒരു തീരുമാനമായിരിക്കരുത്. മാത്രമല്ല, ലോകത്തിന്റെ സ്ഥാനങ്ങളോ മാനങ്ങളോ ബഹുമതിയോ സമ്പത്തോ മറ്റേതെങ്കിലുമോ കണ്ടുകൊണ്ടെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കരുത്. നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് തിരിഞ്ഞ് യേശു അവരോട് ചോദിക്കുന്നു. അതിന് അവർ പറയുന്ന മറുപടി എന്താണ്? എന്തന്വേഷിക്കുന്നു എന്ന് അവര് പറയുന്നില്ല. അവർ റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിക്കുന്നു. 38-ാമത്തെ വാക്യം. റബി, നീ എവിടെ പാർക്കുന്നു? അപ്പൊ കർത്താവ് എന്താണ് മറുപടി പറഞ്ഞത്? വന്ന് കാൺമീൻ, കം ആൻഡ് സീ. കർത്താവ് പറയുന്നു, വന്ന് കാൺമീൻ എന്ന് മറുപടി പറയുന്നു. പ്രിയമുള്ളവരെ, ജീസസ് ഈസ് ഇൻവൈറ്റിംഗ് അസ് ഇൻ ടു ഹിസ് ലൈഫ്. തന്റെ ജീവിതം പങ്കിടുവാൻ, തന്നോടൊപ്പം പാർക്കുവാൻ, തന്നോടൊപ്പം ചേർന്നിരിക്കുവാനായിട്ട് യേശു നമ്മെ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ടിരിക്കുക. ഒരു തീരുമാനം നാം എടുത്താൽ, കം ആൻഡ് ഷെയർ മൈ ലൈഫ്, എന്റെ ജീവിതത്തെ നീ പങ്കിടുക. ഈ ലോകത്തിൽ എനിക്കുണ്ടായിരുന്ന ജീവിതം തന്നെ നിനക്കും ഇവിടെ പങ്കിടേണ്ടി വരും. കം ആൻഡ് ഷെയർ മൈ ലൈഫ്, വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. അവരെന്തോ ചെയ്തു? അവൻ അവരോട് വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. ഒരു ദിവസം അവര് കർത്താവിനോടുകൂടെ പാർത്തു. കർത്താവിന്റെ ജീവിതം എന്താണെന്ന് അവര് കൂടെ പാർത്ത് കണ്ടറിഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യേശു പറയുന്നു, വന്ന് കാൺമീൻ, വന്ന് എന്നോടുകൂടെ പാർക്കുക. കം ആൻഡ് അബൈഡ് വിത്ത് മീ, എന്നിൽ വസിപ്പീൻ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, എന്നിൽ വസിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. എന്നോടുകൂടെ പാർക്കുക, വന്ന് എന്നോടുകൂടെ താമസിക്കുക. കർത്താവ് ആ ക്ഷണം, ആ ഇൻവിറ്റേഷൻ ഇന്നും നമുക്ക് നൽകുകയാണ്. അവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ളത് 39-ാമത്തെ വാക്യം. ഈ 2 ശിഷ്യന്മാരിൽ ഒരാൾ അന്ത്രയോസ് ആയിരുന്നുവെന്ന് 40-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. മറ്റേ ശിഷ്യന്റെ പേരവിടെ പറയുന്നില്ല. എങ്കിലും വളരെ കൃത്യമായിട്ട് ഇപ്പോ ആ സമയം വരെ കൃത്യമായിട്ട് പറയുകയാണ്. അപ്പോൾ ഏകദേശം 10-ാം മണി നേരമായി. അതായത് യോഹന്നാൻ സ്നാപകനും
ഈ രണ്ട് ശിഷ്യന്മാരും അവിടെ നിൽക്കുമ്പോൾ യേശു അതുവഴി കടന്നു പോകുന്നു. യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ഇതാ ലോകത്തിന്റെ ദൈവത്തിന്റെ കുഞ്ഞാട്. അത് കേട്ടിട്ട് ഇവർ യേശുവിനെ അനുഗമിക്കുന്നു. അപ്പം സമയം എത്ര ആയിരുന്നു എന്നാ പറഞ്ഞേ? അപ്പം 10 മണി നേരം ആയിരുന്നു. ഒരുപക്ഷെ രാവിലെ 10 മണി ആയിരിക്കാം. അതോ ഇനി യഹൂദന്മാരുടെ കണക്ക് വെച്ച് വൈകുന്നേരം 4 മണിയാണോ? നമുക്കറിയില്ല. ഏതായാലും കൃത്യമായിട്ട് ആ സമയം വരെ ഈ എഴുത്തുകാരൻ ഓർക്കുന്നു, അല്ലേ? അതിന്റെ അർത്ഥം ആ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ശിഷ്യൻ ആരായിരുന്നു? ഈ യോഹന്നാൻ അപ്പോസ്തോലനായിരുന്നു. മാത്രമല്ല, യോഹന്നാൻ അപ്പോസ്തോലൻ ഈ സുവിശേഷം എഴുതുമ്പോൾ 1-ാം നൂറ്റാണ്ടിന്റെ ഒടുക്കം. ഒരുപക്ഷെ യോഹന്നാൻ ഇപ്പൊ ഒരു 95 വയസ്സ് കാണും. ഏറ്റവും ഒടുവിൽ എഴുതിയ സുവിശേഷം, വേദപുസ്തകത്തിലെ ഏറ്റവും പുതിയ നിയമത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകങ്ങളിൽ ഒന്നാണ് യോഹന്നാന്റെ സുവിശേഷം. അപ്പൊ 95 വയസ്സുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, യോഹന്നാൻ സ്നാപകനോടുകൂടെ അന്ന് ശിഷ്യന്മാരിൽ ഏറ്റവും ഇളയവൻ യോഹന്നാനായിരുന്നു. യോഹന്നാൻ സ്നാപകനോടുകൂടെ യോഹന്നാൻ അവിടെ നിൽക്കുമ്പോൾ, യേശുവിനെ കാണുമ്പോൾ, യേശുവിന്റെ പിന്നാലെ പോകുമ്പോൾ ഒരുപക്ഷെ പ്രായം എത്ര ആയിരിക്കും? ഏറ്റവും ഇളയവനായതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാം 25 വയസ്സ് കാണും. ഒരു ഉദ്ദേശം പറയുകയാണ്, വ്യക്തമായ തെളിവില്ല. 25 വയസ്സ് തന്നെ കാണുമെന്ന് അറിയില്ല. ഒരുപക്ഷെ 20 വയസ്സായിരിക്കും. അപ്പോ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് യോഹന്നാൻ ഇത് പറയുന്നത്? ഇത് എഴുതുന്നത് ഒരുപക്ഷെ 75 വർഷം കഴിഞ്ഞിട്ടായിരിക്കും യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതുന്നത്. എഴുതുമ്പോഴും ആദ്യമായിട്ട് യേശുവിനെ കണ്ട സമയം പോലും യോഹന്നാൻ ഓർക്കുന്നുണ്ട്. 75 വർഷം മുമ്പ് അന്ന് യോഹന്നാൻ സ്നാപകന്റെ കൂടെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ യേശു കടന്നു പോകുന്നത് കണ്ടിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞത് കേട്ട് ഞാനും അന്ത്രയോസും അവനെ അനുഗമിച്ചു. ഞങ്ങൾ അവനോടുകൂടെ പോയി ഒരു ദിവസം അവനോടുകൂടെ പാർത്തു. അന്ന് ഞങ്ങൾ ആ പോകുന്ന സമയം അന്ന് 10-ാം മണി നേരമായി. 75 വർഷം കഴിഞ്ഞിട്ടും ആദ്യമായി യേശുവിനെ കണ്ടുമുട്ടിയ ആ സംഭവം ഇന്നും ഈ വയോധികനായ യോഹന്നാന്റെ ഹൃദയത്തിൽ പച്ച പിടിച്ച് നിൽക്കുക. നമ്മളൊന്ന് ഓർത്ത് നോക്കി, നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് യേശുവിനെ കണ്ടത് എന്നാ? ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് പറയാൻ പറ്റുമോ? ഇന്ന ദിവസം, ഇന്നപ്പോഴ്, ഇന്ന മണിക്കൂറിൽ ഞാൻ യേശുവിനെ കണ്ടു, ഞാൻ അവനെ അനുഗമിപ്പാൻ തീരുമാനിച്ചു. ഇന്നിപ്പോ ഇത്രയും വർഷം കഴിഞ്ഞു, ഇന്നും ആ അനുഭവം എൻ്റെ ജീവിതത്തിൽ പച്ച പിടിച്ചു നിൽപ്പുണ്ട്. ആ ഓർമ്മകൾ, ഞാൻ യേശുവിനെ പിൻപറ്റുവാൻ, അവന്റെ കാൽച്ചുവട് പിൻപറ്റുവാൻ, അവനെ അനുഗമിപ്പാൻ ഞാൻ തീരുമാനമെടുത്ത സമയം ഇന്ന ദിവസമായിരുന്നു, അല്ല ഇത്ര വർഷം മുമ്പായിരുന്നു. ആ ഓർമ്മ, പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തില് പച്ച പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ ഒരു തീരുമാനം അന്ത്രയോസിന്റെയും യോഹന്നാന്റെയും ജീവിതത്തെ മാറ്റിമറിച്ച തീരുമാനമാണ്. അവരുടെ ജീവിതത്തിൽ അതുവരെയും അവർ ചിന്തിക്കാത്ത ഒരു നിമിഷത്തിൽ, അവർ മനസ്സിലാക്കാത്ത ഒരു നിമിഷത്തിൽ മീൻപിടുത്തക്കാരായിരുന്ന മനുഷ്യർ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം നാം വായിക്കുമ്പോൾ കുറഞ്ഞ പക്ഷം യേശുവിന്റെ ശിഷ്യന്മാരിൽ 7 പേര് മീൻപിടുത്തക്കാരായിരുന്നു എന്ന് നാം വായിക്കുന്നു, അല്ലേ? പത്രോസും സെബദി മക്കളും നദനയേലും ദിദിമോസ് എന്ന തോമസും ഒക്കെ ഉണ്ടായിരുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ തിബെരിയാസ് കടൽക്കരയിൽ വെച്ച് കാണുമ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് മീൻ പിടിക്കാൻ പോയിരിക്കുക. അപ്പൊ ആ മീൻപിടുത്തക്കാരായ മനുഷ്യർ അവരെ ഒരു തീരുമാനമെടുത്തു, യേശുവിനെ പിൻപറ്റുവാൻ. അവരെ ലോകത്തിന്റെ ചരിത്രം മാറ്റി എഴുതിയ ദൈവം അതിനായി ഉപയോഗിച്ച വ്യക്തികളായി തീർന്നു. യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതുമ്പോൾ ഒരുപക്ഷെ 75 വർഷം മുമ്പ് താൻ യേശുവിനെ ആദ്യം കണ്ട ആ നിമിഷത്തെ ഓർത്തെടുക്കുന്ന ആ മനോഹരമായ അനുഭവം, ആ ഹൃദ്യമായ അനുഭവം, ആ ഊഷ്മളമായ അനുഭവം ഇന്നും തന്റെ ഹൃദയത്തില് പച്ച പിടിച്ച് നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് അവരെന്താണ് ചെയ്തത്? അവിടെ പറയുന്നു, ആ യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ എന്തോ ചെയ്തു? അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ടു. മറ്റാരെ കാണുന്നതിന് മുമ്പും അന്ത്രയോസ് ആരെയാ കണ്ടേ? തന്റെ സഹോദരനായ ശിമോനെ കണ്ടിട്ട് അവനോട് പറയുകയാണ്, ഞങ്ങൾ മസിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ മസിഹ എന്ന് വെച്ചാൽ
ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകും. അപ്പൊ അന്ത്രയോസ് ആദ്യം ചെയ്തത്, the first thing he did after he met Jesus, after he realized that Jesus is the Christ or Jesus is the Messiah, നാം പ്രതീക്ഷിക്കുന്ന, നാം പ്രത്യാശ വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷക്തൻ ഞങ്ങൾ കണ്ടുമുട്ടി എന്ന് ആദ്യം ചെന്ന് പറഞ്ഞത് ആരോടാ? തന്റെ സഹോദരനോട്. എന്താ കാര്യം? പ്രിയമുള്ളവരെ, നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോയാൽ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ആദ്യത്തെ സഹോദരന്മാർ കയീനും ഹാബേലും. കയീൻ വയലിലേക്ക് ഹാബേലിനെ കൂട്ടിക്കൊണ്ടുപോയി അവനോട് കോപിച്ച് അവനെ അവിടെ വെച്ച് കൊല്ലുന്നു. കൊന്ന ശേഷം ദൈവം കയീനോട് ചോദിക്കുന്നു, നിന്റെ അനുജനായ ഹാബേൽ, ഉൽപ്പത്തി പുസ്തകം 4-9 ഒന്ന് വായിച്ചു. നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല, ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന്. ഞാൻ അറിയുന്നില്ല, ഐ ഡു നോട്ട് നോ മൈ കീപ്പർ ഓഫ് മൈ ബ്രദർ. ഞാൻ എന്റെ അനുജന്റെ, എന്റെ സഹോദരന്റെ കാവൽക്കാരനാണ്. ഇന്ന് നമ്മളോടും ചോദിക്കുകയാണ്, നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടി, നമ്മുടെ സഹോദരങ്ങളൊക്കെ എവിടെയാ? നമ്മുടെ മക്കളൊക്കെ എവിടെയാ? നിന്റെ ഭാര്യ എവിടെ? നിന്റെ ഭർത്താവ് എവിടെ? നിന്റെ മകൻ എവിടെ? നിന്റെ മകൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാനുണ്ടോ? കർത്താവ് നമ്മളോട് ചോദിക്കുക, നിന്റെ സഹോദരൻ എവിടെ? ഉൽപ്പത്തി തുടങ്ങിയ ആ ചോദ്യം അന്ത്രയോസ് അത് മനസ്സിലാക്കി. അന്ത്രയോസ് ഓടിച്ചെന്ന് തന്റെ സഹോദരനായ പത്രോസിനെ യേശുവിന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. അന്ത്രയോസിനെ നാം കാണുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ മറ്റു 2 ഭാഗത്ത് അന്ത്രയോസിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അവിടെ അന്ത്രയോസിനെ നമ്മൾ കാണാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ അന്ത്രയോസ് എന്താ ചെയ്യുന്നത്? അന്ത്രയോസ് ആണ് ബാലകനെ വായിച്ച്. ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട് ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞു. എങ്കിലും അതെന്തുള്ളൂ എന്ന് ചോദിക്കും. അപ്പൊ ഈ ബാലനെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന ആരാ? അന്ത്രയോസ്. അന്ത്രയോസ് ബെത്സയിദയിൽ നിന്നുള്ളവനാണെന്ന് പറയുന്നുണ്ട്. യേശു ബെത്സയിദയിലാണ് ഈ അത്ഭുതം ചെയ്യുന്നത്, അല്ലെ? അപ്പോ ഈ ബാലനെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന അന്ത്രയോസ്. ഇനിയും യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തില് അന്ത്രയോസ് മറ്റു ചിലരെ കൂട്ടിക്കൊണ്ടുവരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിന്റെ മുകളിൽ തൊട്ട് വായിച്ചാട്ട്, പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില ഗ്രീക്കുകാരുണ്ടായിരുന്നു, യവനന്മാർ ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്നവനോട്, യജമാനെ ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ടെന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് എന്ന അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. ഈ ഗ്രീക്കുകാരെ യേശു ഒന്ന് കാണണം എന്ന് ഒരുമിച്ച് എന്ന് പറയുന്ന ആരാ? ഫിലിപ്പോസും അന്ത്രയോസും. തുടർന്നുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവര് 2 പേരും ഇതേ സ്വഭാവക്കാരായിരുന്നെന്ന് കാണാം. തുടർന്നുള്ള വാക്യങ്ങളിലാണ് ഫിലിപ്പോസ് എന്ന് നാഥനയേലിനെ കൂട്ടിക്കൊണ്ടുവരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. തുടർന്നുള്ള വാക്യങ്ങൾ ഇവിടെ അന്ത്രയോസ് ഓടിച്ചെന്ന് തന്റെ സഹോദരനോട്, പ്രിയമുള്ളവരെ, എന്റെ ഭാര്യയെ കൂടാതെ, എന്റെ സഹോദരനെ കൂടാതെ, എന്റെ മക്കളെ കൂടാതെ ഞാനൊരു നിത്യത കഴിക്കുമോ? എന്റെ ഭാര്യയെ അവിടെ കാണുമോ? എന്റെ ഭർത്താവ് അവിടെ കാണുമോ? എന്റെ സഹോദരനെ അവിടെ കാണുമോ? എന്റെ സഹോദരി അവിടെ കാണുമോ? ഇന്ന് പലപ്പോഴും ക്രിസ്തീയ ഭവനങ്ങളിൽ പോലും ഒരുമിച്ച് സ്വർഗത്തിൽ പോകാമെന്ന് ചിന്തയുള്ളവർ വളരെ കുറവാണ്. എന്റെ ഭാര്യ അവിടെ കാണും,
എൻ്റെ ഭർത്താവ് ഇവിടെ കാണും, എൻ്റെ സഹോദരൻ കാണും, എൻ്റെ സഹോദരി കാണും. അന്ത്രയോസ് ഓടിച്ചെന്ന്. ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം അസ്യൂം ചെയ്യാൻ, ഊഹിക്കാനായിട്ട് കഴിയും. അന്ത്രയോസ് എന്ന് പത്രോസിനോട് പറഞ്ഞു. അപ്പൊ യോഹന്നാനും വെറുതെ ഇരുന്ന് കാണത്തില്ല. യോഹന്നാൻ ചെന്ന് ആരോട് പറഞ്ഞു കാണും? യോഹന്നാൻ തന്റെ സഹോദരനായ യാക്കോബിനോട് പറഞ്ഞു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം, ഇതായിരിക്കുകയില്ല ഒരു പക്ഷേ യേശു ആദ്യമായിട്ട് ഇവരെ വിളിക്കുന്ന സന്ദർഭം ഇതായിരിക്കുക. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഒക്കെ അവര്, അല്ലെ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലും ഒക്കെ നാം കാണുന്നത് സെബദി മക്കളെ വല നന്നാക്കുന്നത് കണ്ടല്ലേ? മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 16 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ, അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ ശിമോനും അവന്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവർ ആയിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടവനെ അനുഗമിച്ചു. അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സെബദിയെ കൂലിക്കാരോട് കൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. അപ്പോൾ ഈ യോഹന്നാൻ പറയുന്ന ഈ സംഭവം ആദ്യമായിട്ട് ഇവരെ വിളിക്കുന്ന ഇൻസിഡന്റ് ആയിരിക്കില്ല. ഇതിനു മുമ്പ് ഒരുപക്ഷെ യേശു അവര് വല നന്നാക്കുന്നതോ മീൻ പിടിക്കുന്നതോ ഒക്കെ കണ്ട് അവരെ വിളിച്ചപ്പോ അവർ 1-2 ദിവസമെങ്കിലും യേശുവിനോട് കൂടെ വന്നു പാർത്തു മടങ്ങിപ്പോയവരായിരിക്കാം. വീണ്ടും ഇവിടെ വിളിക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് ഇപ്പോൾ യോഹന്നാൻ പറയുന്നത്. എന്തായിരുന്നാലും ഞാൻ മശിഹായെ കണ്ടെത്തി എന്ന് അന്ത്രയോസ് എന്ന് പത്രോസിനോട് പറയുന്നു. പത്രോസിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഊഹിക്കാൻ കഴിയും, യോഹന്നാൻ ചെന്ന്, സുവിശേഷം എഴുതി യോഹന്നാൻ ചെന്ന് തന്റെ സഹോദരനായ യാക്കോബിനോട് പറഞ്ഞു കാണും, ഞാനും മശിഹായെ കണ്ടെത്തി, വാ വന്ന് കാണാൻ എന്ന് പറഞ്ഞ് യാക്കോബിനെ കൂട്ടിക്കൊണ്ടുവന്ന് കാണും. അങ്ങനെ യാക്കോബും യേശുവിന്റെ ശിഷ്യനായി തീർന്നു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അന്ത്രയോസും യോഹന്നാനും യേശുവിനെ കണ്ടെത്തുവാൻ ഇടയായത് ആര് പറഞ്ഞിട്ടാ? യോഹന്നാൻ സ്നാപകൻ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയുന്നത് കേട്ടിട്ട്. എന്നാൽ പത്രോസും യാക്കോബും, ഞാൻ യാക്കോബിനെ കൂടെ കൂട്ടുകയാണ്, പത്രോസും യാക്കോബും യേശുവിന്റെ അടുക്കലേക്ക് വരാൻ കാരണമായി തീർന്നത് സഹോദരന്മാര് പറഞ്ഞു. ഇനി പിന്നീട് ഫിലിപ്പോസിനെ യേശു നേരിട്ട് വിളിക്കുന്നു. ഫിലിപ്പോസ് എന്ന് നഥനയേലിനോട് പറയുന്നു. നഥനയേലും യേശുവിന്റെ അടുക്കലേക്ക് വരും. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഓരോരുത്തരെയും യേശു വിളിക്കുന്നത് ഓരോ വിധത്തിൽ. എല്ലാരും യേശുവിനെ കണ്ടെത്തുന്നത് ഒരേ വിധത്തിൽ ആയിരിക്കില്ല. ഒരു പക്ഷേ സഹോദരൻ പറഞ്ഞായിരിക്കാം, കൂട്ടുകാരൻ പറഞ്ഞായിരിക്കാം, മറ്റൊരാൾ പറഞ്ഞായിരിക്കാം യേശുവിനെ കണ്ടെത്തുന്നത്. എന്നാൽ ഒരു വിളി സ്വീകരിക്കുവാനായിട്ട് അവർക്കെല്ലാവർക്കും ഒരുക്കപ്പെട്ട ഒരു ഹൃദയം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വിളി സ്വീകരിപ്പാനായിട്ട് ഒരു ഒരുക്കപ്പെട്ട ഹൃദയം ആവശ്യമാണ്. സത്യം അറിയുവാനായിട്ട്. സാധു സുന്ദർ സിംഗിനെ കുറിച്ച് പറയുമ്പോൾ സാധു സുന്ദർ സിംഗ് പറയുന്നത്, എനിക്ക് സത്യം അറിയണം, ഒരു സത്യദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ കണ്ടെത്തണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ഒരുക്കപ്പെട്ട ഹൃദയം ഉണ്ടായിരുന്നു സാധു സുന്ദർ സിംഗിന്. യേശു ക്രിസ്തു തന്റെ മുറിയിൽ തന്നെ പ്രത്യക്ഷനായി എന്ന് നാം കാണുന്നു. ഡോക്ടർ രാജ്കുമാർ അദ്ദേഹത്തിന്റെ സാക്ഷ്യം പറയുമ്പോഴും പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ തന്നെ സത്യം അറിയണമെന്ന് ഒരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ തനിക്ക് 30 വയസ്സ് അധികം പ്രായമുള്ളപ്പോഴാണ് തൻ്റെ ഒരു കൂട്ടുകാരൻ യേശു ക്രിസ്തുവാണ് ഏക സത്യദൈവം, ഏക വഴി എന്ന് പറഞ്ഞ് അതേ തുടർന്ന് ബൈബിൾ വായിച്ച് പിന്നീട് കർത്താവിനെ കണ്ടെത്തുകയായി. അപ്പൊ ഓരോരുത്തരും ഓരോ വിധത്തിലാണ് കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നത്. എന്നാൽ അതിനെല്ലാം തന്നെ ഒരുക്കപ്പെട്ട ഒരു ഹൃദയം നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് ഇന്ന് നമ്മെ വിളിക്കുകയാണ്. കർത്താവ് പറയുന്നു, വന്ന് കാൺമീൻ, കം ആൻഡ് സീ. ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തില് വരിക എന്ന് പറയുന്ന മറ്റ് 2, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യത്തില്, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറയുന്നു, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വായിച്ചേ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ
യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. കം ആൻഡ് ഡ്രിങ്ക്. ഇവിടെ അന്ത്രയോസിനോടും യോഹന്നാനോടും പറയുന്നു കം ആൻഡ് സീ. ഇവിടെ ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു പറയുന്നത് ദാഹിക്കുന്നവൻ, ഓൾ ദോസ് ഹു ആർ thirsty കം ആൻഡ് ഡ്രിങ്ക്, എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഇനിയും മറ്റൊന്ന് നമ്മൾ കാണുന്ന യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ തന്നെ വിട്ടിട്ട്, താൻ ഏൽപ്പിച്ച വേല വിട്ടിട്ട് മീൻപിടുത്തത്തിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പ്രാതൽ ഒരുക്കി കാത്തു നിൽക്കുന്ന യേശുവിനെ തിബരിയാസ് കടൽക്കരയിൽ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നാം കാണുന്നു. അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പ്രാതൽ ഒരുക്കി കാത്തു നിൽക്കുന്ന യേശു അവരോട് പറയുകയാണ്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ. കം ആൻഡ് ഡൈൻ വിത്ത് മീ, കം ആൻഡ് സൂപ്പ് വിത്ത് മീ. എന്നോടുകൂടെ വന്ന് അത്താഴം കഴിക്കുക, എന്റെ അടുക്കൽ വന്ന് കുടിക്കുക. ഇനി മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിലെ കർത്താവ് എന്താ പറയുന്നത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഐ വിൽ ഗിവ് യു റെസ്റ്റ്, ഐ വിൽ ക്വെഞ്ച് യുവർ തേഴ്സ്റ്റ്. ഞാൻ നിങ്ങളുടെ ദാഹം ശമിപ്പിക്കും, ഞാൻ നിങ്ങളുടെ വിശപ്പടക്കും. വന്നു പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ, എന്നോടുകൂടെ വന്ന് പാർപ്പീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം തൊട്ട് വായിച്ചാൽ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്നോട് പഠിപ്പീൻ. കം ആൻഡ് ലേൺ ഫ്രം മീ, കം ആൻഡ് സീ. വന്ന് കാൺമീൻ, വന്ന് കുടിപ്പീൻ, വന്ന് കഴിപ്പീൻ, വന്ന് പഠിപ്പീൻ. പിന്നെന്താ പറയുന്നത്? എന്റെ മുഖം പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് അവനോടുകൂടെ പാർത്തെങ്കിൽ, അവനിൽ നിന്ന് കുടിച്ചെങ്കിൽ, അവനിൽ നിന്ന് ഭക്ഷിച്ചെങ്കിൽ, അവന്റെ അടുക്കലേക്ക് ചെന്ന് നമ്മുടെ ഭാരം അവന്റെ അടുക്കൽ ഇറക്കി വെച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുകയുള്ളൂ. കർത്താവ് ഇന്നും വിളിക്കുകയാണ്, കം ആൻഡ് സീ, കം ആൻഡ് ഡൈൻ വിത്ത് മീ, കം ആൻഡ് ഡ്രിങ്ക്, കം ആൻഡ് ടേക്ക് റെസ്റ്റ്. വന്ന് എന്നോട് പഠിച്ച് ആശ്വാസം പ്രാപിപ്പീൻ, എന്നോട് ചേർന്ന് പഠിപ്പീൻ, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അൺലെസ് അവർ സോൾസ് കംസ് ടു thee we will not find peace. ദൈവമേ, ഞങ്ങളുടെ ആത്മാക്കള് നിന്നിൽ എത്തുന്ന, നിന്നോട് ചേർന്നിരിക്കാതെ ഞങ്ങൾക്ക് സമാധാനം ലഭിക്കുകയില്ല എന്ന് പറയും. പ്രിയമുള്ളവരെ, കർത്താവ് ഇന്ന് നമ്മെ വിളിക്കുകയാണ്. യോഹന്നാനെ പോലെ അന്ന് 75 വർഷം മുമ്പ് ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടിയ ദിവസം, അന്ന് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ദിവസമായിരുന്നു. അന്ന് എൻ്റെ ഹൃദയത്തിന് ആശ്വാസം ലഭിച്ചു. അന്ന് ഞാൻ അവനിൽ എൻ്റെ സമാധാനം കണ്ടെത്തി. 75 വർഷം മുമ്പ് ഞാൻ അവനെ കണ്ട സമയം ഇപ്പോഴും താൻ ഓർക്കുന്നുവെന്ന് പറയത്തക്ക വിധത്തിൽ 75 വർഷത്തിന് ശേഷം യോഹന്നാൻ ഈ സുവിശേഷം എഴുതുമ്പോൾ തനിക്കത് പറയുവാനായിട്ട് കഴിയും. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിച്ച ദൈവത്തിന്റെ കുഞ്ഞാടിനെ കണ്ടുമുട്ടുന്നവർക്ക് ആശ്വാസം ലഭിക്കും, അവർക്ക് വിടുതൽ ലഭിക്കും, അവർക്ക് സൗഖ്യം ലഭിക്കും, അവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. ഈ ലോകം തരാത്ത ആശ്വാസവും സമാധാനവും കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എന്റെ സമാധാനം, മൈ പീസ് ഐ ഗിവ് അൻടു യു. എന്റെ അടുക്കൽ വരുവീൻ, എന്റെ അടുക്കൽ വന്ന് കുടിക്കുവീൻ, എന്റെ അടുക്കൽ വന്ന് പ്രാതൽ കഴിപ്പീൻ, എന്റെ അടുക്കൽ വന്ന് ആശ്വാസം പ്രാപിപ്പീൻ, എന്റെ അടുക്കൽ വന്ന് എന്നോട് കേട്ട് പഠിപ്പീൻ. നമുക്ക് ആ സ്നേഹപൂർവമായ ആ മാടി വിളിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്ഷണത്തിന് മുമ്പിൽ അവൻ നമ്മെ ക്ഷണിക്കുകയാണ്. ആ ഇൻവിറ്റേഷന് മുമ്പിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒന്നുകൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, അങ്ങയോട് ചേർന്നിരിപ്പാൻ, അങ്ങയിൽ വസിപ്പാൻ, അങ്ങയുടെ അടുക്കൽ വന്ന് ആശ്വാസം പ്രാപിപ്പാൻ, അങ്ങയിൽ നിന്ന് കുടിച്ച് ഞങ്ങളുടെ ആത്മാക്കളുടെ ദാഹം ശമിപ്പിപ്പാൻ,
അങ്ങയുടെ അടുക്കൽ വന്ന് പ്രാതൽ കഴിച്ച് കർത്താവെ, ഞങ്ങളുടെ ആത്മാവിന്റെ വിശപ്പ്, ദാഹം ശമിപ്പിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയെ കണ്ടുമുട്ടിയ സമയം യോഹന്നാന്റെ ജീവിതത്തിൽ, അന്ത്രയോസിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയെങ്കിൽ അതേ മാറ്റം അത് വർഷങ്ങൾ കടന്നുപോയാലും ഓർക്കുന്ന ഒരു വലിയ അനുഭവമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പച്ച പിടിച്ചിരുപ്പാൻ അനേകരെ ഈ ആശ്വാസത്തിങ്കിലേക്ക്, കർത്താവിങ്കിലേക്ക്, ആശ്വാസപ്രദനായ കർത്താവിങ്കിലേക്ക് കൂട്ടി വരുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം.